ചിന്തയ്ക്കായി നമ്മൾ നോക്കുന്നത് എഫെസ്യരുടെ ലേഖനം 4-ാം അധ്യായം 1 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളാണ്. അല്ലയ 1 തൊട്ട് മിക്കവാറും 8 വരെയൊക്കെ നമ്മളിന്ന് നോക്കത്തുള്ളൂ. സ്തോത്രം. അപ്പം എഫെസ്യരുടെ ലേഖനം തുടങ്ങുമ്പം ഈ 4-ാം അധ്യായം തുടങ്ങുമ്പോൾ, അപ്പൊ 4 തുടങ്ങുന്നതിന് മുമ്പ് 3-നകത്ത് പൗലോസ് അപ്പോസ്തലൻ പറയാ ദൈവത്തിന്റെ ആ സ്നേഹത്തിനെ കുറിച്ച് പറയുക. എന്നിട്ട് പറയാ ഈ ദൈവത്തിന്റെ സ്നേഹം 3 തീരുന്നത് അങ്ങനെയാ. ഈ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ അകത്തേക്ക് ഈ ആഴവും നീളവും വീതിയും ഒന്നും അളക്കാൻ പറ്റാത്ത ഈ ദിവ്യ സ്നേഹം ഹല്ലിയ നിങ്ങളിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇത് മതി നിങ്ങളുടെ ജീവിതത്തിന്. കർത്താവിന്റെ സ്നേഹം സകല നന്മയും ജീവിതത്തിനകത്ത് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് വളരെ ഗ്ലോറിയസ് ആയിട്ടാ 3-ാം അധ്യായം പൗലോസ് അപ്പോസ്തലൻ അവസാനിപ്പിക്കുന്നത്. ഈ ദൈവത്തിന്റെ അത്യുന്നതപരമായ ശക്തി നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കും. എന്നിട്ട് നിങ്ങൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അപ്പുറം നിങ്ങൾക്ക് ചെയ്തു തരും. അതുകൊണ്ട് ദൈവത്തിന് മഹത്വം എന്നൊക്കെ പറഞ്ഞ ആ മഹത്വത്തിന്റെ ഭാഗത്തില് കൊടുന്ന് 3-ാം അധ്യായം നിർത്തുന്നത്. ഇത് നിർത്തിയിട്ട് പൗലോസ് അപ്പോസ്തലൻ 4-ാം അധ്യായം തുടങ്ങുമ്പോൾ പറയുക therefore, കണ്ടോ, അതുകൊണ്ട് എന്താ ഞാൻ ചെയ്യുന്നത്? ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ. ഹല്ലേലൂയ. ഇന്ന് വചനം അങ്ങനെ ഇടപെടുന്നേ. 3-ാം അധ്യായത്തില് നമ്മൾ ഇന്നലെ കൊണ്ട് നിർത്തിയപ്പോൾ 3-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലായി ഞാൻ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യുന്നതപരമായി എനിക്ക് നൽകാൻ പറ്റുന്ന ഒരു ദൈവശക്തിയുണ്ട് എൻ്റെ അകത്ത്. എന്നെ തെരഞ്ഞെടുത്തത്, എന്നെയും നിങ്ങളെയും കണ്ടതും തെരഞ്ഞെടുത്തതും നമ്മളുടെ ജീവിതം സൂപ്പർ ആക്കി തരാൻ വേണ്ടിയാ തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. യേശുവിന്റെ പിന്നാലെ ഇറങ്ങുന്നവരുടെ ജീവിതം, അവരുടെ ഗ്രാഫ് ഉയരത്തതേ ഉള്ളൂ, അവരുടെ ജീവിതം ധന്യമാകത്തതേ ഉള്ളൂ. യേശുവിന്റെ പിന്നാലെ ഇറങ്ങുന്ന ഒറ്റ വ്യക്തിയുടെ ജീവിതം നാശമായി തീരത്തില്ല. യേശുവിനെ സേവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്തും ശൂന്യത സംഭവിക്കത്തില്ല. എന്താന്ന് വെച്ചാൽ യേശു നമ്മളെ സ്നേഹിച്ചിട്ട് നമ്മളെ തെരഞ്ഞെടുക്കുക. എഫെസ്യരുടെ ലേഖനം മൊത്തം ഇതാ, ഈ വചനം മൊത്തം ഇതാ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ തെരഞ്ഞെടുത്തതാ, നമ്മളെ സ്നേഹിക്കുന്നതാ കർത്താവ്. നമ്മളോട് ഭയങ്കര ഇഷ്ടമാ. ഹല്ലേലൂയ. നമ്മൾക്കൊന്നിനും കുറവില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ജീവിക്കാൻ പൂർണ്ണമായും അവകാശമുള്ളവരാ നമ്മള്. ഹല്ലേലൂയ. യേശുവിനെ അറിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതം സൂപ്പർ ആയേ പറ്റൂ, അത് അനുഗ്രഹമായേ പറ്റൂ. ഹല്ലേലൂയ. എന്താന്ന് വെച്ചാൽ യേശു നമ്മളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം ഏറ്റവും ധന്യമാകാനാ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുന്നത്. നമ്മൾ ഭൂമിയിൽ അങ്ങനെയാണെങ്കിൽ അതിലും നല്ല ഒരു അപ്പായ സ്വർഗത്തിലിരുന്ന് അല്ലേ നമ്മളുടെ ജീവിതം നല്ലതാക്കി തീർക്കാൻ ശ്രമിക്കുന്നത്. പലവരും ബുദ്ധിയില്ലാത്തവര് ദൈവത്തിനെ നോക്കിയിട്ട് പറയും, ദൈവം നീ ഇങ്ങനെയാണോ എൻ്റെ ജീവിതത്തിൽ, അങ്ങനെയാണോ എൻ്റെ ജീവിതത്തിൽ എന്നൊക്കെ വലിയ ചോദ്യങ്ങൾ ചോദിക്കും. പകരം ഞാൻ എന്ത് നൽകി കർത്താവിനെന്ന് അവിടെ ഒരു മിനിറ്റ് നിന്ന് നോക്കണം. ഹല്ലേലൂയ. ഒരു പാലം പണിതാൽ അപ്പുറത്തോട്ടും ഉണ്ട് ഇപ്പുറത്തോട്ടും ഉണ്ട് അല്ലേ? അങ്ങോട്ടും നടക്കും ഇങ്ങോട്ടും നടക്കും. അല്ലാതെ ഒരു വശത്തോട്ട് മാത്രമല്ല നടക്കുന്നത്, തിരിച്ച് ഇങ്ങോട്ടും നടക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സ്വർഗവുമായിട്ടുള്ള ബന്ധവും അങ്ങനെ തന്നെയാ. മകനും അപ്പനും എന്നുള്ള ഒരു ബന്ധത്തിലാ നമ്മൾ നിൽക്കുന്നെങ്കിൽ ഇങ്ങോട്ട് മാത്രമല്ല അങ്ങോട്ടുമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് കർത്താവിനോട് ചോദിക്കുന്നത് നിർത്തണം. കർത്താവേ നീ എനിക്ക് എന്ത് ചെയ്തു തന്നു? എന്താ ഇത് ചെയ്യാത്തെ? എന്താ അങ്ങനെ ചെയ്യാത്തെ? എന്താ കർത്താവേ ഇവനെ ഇതുവരെയായിട്ട് നേരെയാക്കാത്തത്? എന്താ കർത്താവേ ഇവളെ ഇതുവരെയായിട്ട് നല്ലതാക്കാത്തെ? എന്താ എൻ്റെ യേശുവേ എന്നൊക്കെ പറഞ്ഞ് കർത്താവിനോട് ചോദിക്കല്ലേ. ഹല്ലേലൂയ. പാലം പണിതിട്ട് സാൽവേഷന്റെ അല്ലെങ്കിൽ രക്ഷയുടെ പാത പണിതിട്ട് ആ പാതയിലൂടെ ഞാനും ഒന്ന് നടന്നോ? കർത്താവിനെ മാത്രമാണോ നടത്തിയത്? കർത്താവിനെ മാത്രമാണോ ഞാൻ ഊറ്റിപ്പിഴിഞ്ഞെടുത്തത്? ഞാൻ എന്തെങ്കിലും കൊടുത്തോ എന്ന് ചോദിക്കണം. ഇന്ന് എന്താ നാം ഒക്കെ കൊടുത്തത്? ഹല്ലേലൂയ. കർത്താവിന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? എൻ്റെ യേശു ഇന്നാ എൻ്റെ ജീവിതം ഇന്നാ മൊത്തം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എനിക്ക് കിട്ടുന്ന സമയം കൊണ്ട്, എൻ്റെ ജോലിയും കൊണ്ട്, എൻ്റെ ആരോഗ്യം കൊണ്ട്, എൻ്റെ കഴിവും കൊണ്ട് എല്ലാം ഞാൻ നിന്നെ സേവിച്ചേക്കാം. വായും കൊണ്ട് പറയാൻ എളുപ്പമാ, പക്ഷെ ചെയ്തോ? ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? എന്തെങ്കിലും നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? അത് നമ്മുടെ സുഖത്തിനകത്തൊക്കെ ഇരുന്ന് ഒരു വിരൽ ഇങ്ങനെ ഞൊടിച്ചിട്ടൊക്കെയാണോ കർത്താവിന് വേണ്ടി ചെയ്യുന്നത് എന്നൊന്ന് ചോദിക്കണം. ഇത്രയും നൽകിയ ദൈവം എന്ന് വെച്ചാൽ 3-ാം അധ്യായം അവസാനിക്കുന്നത് അങ്ങനെയാ. ദൈവത്തിന് എല്ലാ മഹത്വം എന്താ?
നമുക്കൊന്നിനും കുറവ് വരുത്തിയിട്ടില്ല. നമ്മൾ ചോദിച്ചതിനും നനച്ചതിനും അപ്പുറമല്ലേ ചെയ്തു തന്നിരിക്കുന്നത്. ഒരു ഒരു ചെറിയൊരു കാര്യം നമ്മൾ ചോദിച്ചാൽ അത് എത്ര ഭംഗിയായിട്ടാണ് കർത്താവ് ചെയ്തു തരുന്നത്. അതിനകത്ത് പിന്നെ ഒരു ഗ്യാപ്പും ക്വസ്റ്റ്യനും ഒന്നും ഇല്ലാതല്ലേ. മക്കളുടെ വിവാഹത്തിനൊക്കെ കർത്താവിനോട് ചോദിക്കുമ്പോൾ അത്ഭുതകരമായിട്ട് വിവാഹം നടത്തി തരും. പക്ഷെ അതിനപ്പുറം കർത്താവിന് എന്തെങ്കിലും ചെയ്തോ? ഹല്ലേലൂയ. ഇന്ന് പൗലോസ് നമ്മളോട് പറയുക, ഇതെല്ലാം അത്യുന്നതപരമായ ശക്തി നമുക്ക് വേണ്ടി വ്യാപരിക്കുക, നമ്മുടെ ജീവിതം മഹാ അത്ഭുതമാക്കി തരാൻ. എന്നിട്ട് 4 തുടങ്ങുമ്പോൾ പറയാ, therefore I, a prisoner for serving the Lord, beg you to lead a life worthy of your calling, for you have been called by God. ഒന്ന് വായിച്ച 4:1. അതുകൊണ്ട് കത്തുസേവ നിമിത്തം തടവുകാരനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വിധം, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും. അപ്പൊ എങ്ങനെയാ നിങ്ങളുടെ ജീവിതം, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി നിങ്ങൾ പൂർത്തിയാക്കേണ്ടത്? പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം സ്നേഹത്തിൽ ക്ഷമിക്കുകയും ആത്മാവിന്റെ ഐക്യം സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും. സ്തോത്രം. കുറച്ച് കാര്യങ്ങൾ 3-ാം തിരുവചനം വരെയും കുറച്ച് കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറയുക അല്ലേ. ബി ഹംബിൾ, ബി ജെന്റിൽ, ബി പേഷ്യന്റ്, ഹല്ലേലൂയ, ബി forgive each other, ഹല്ലേലൂയ, ഐക്യതയോടെ നിൽക്കാൻ. അല്ലെ 5 കാര്യങ്ങൾ 4-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 3 വരെയും അപ്പോസ്തലൻ നിർബന്ധിക്കുക. നിങ്ങളെ വിളിച്ചിരിക്കുക, നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുക. നിങ്ങളെ വെറുതെ അല്ല നിങ്ങൾ യേശുവിനെ അറിയാൻ കാരണമായത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായി കിടക്കുന്നതിന് മുമ്പേ ദൈവം വിളിച്ചു. ഹല്ലേലൂയ. ദൈവം കണ്ടു, യേശു നമ്മളെ വേർതിരിച്ച് കണ്ടു. ഹല്ലേലൂയ. എന്നിട്ട് നമ്മളോട് വിളിച്ചിട്ട് പറയുക, അതുകൊണ്ട് അപ്പോസ്തലൻ പറയാ, ഞാൻ എന്റെ മുട്ടയിൽ നിന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക, നിങ്ങളോട് ഞാൻ ഭയങ്കര ബെഗ് ചെയ്യുക. കണ്ടോ, ഐ ബെഗ് യു എന്നാ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനകത്ത് പറയുന്നത്. ഞാൻ നിങ്ങളോട് ബെഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ യാചിക്കുക അല്ലെ. ഞാൻ യാചിക്കുക നിങ്ങളോട്. എന്താ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളുടെ തെരഞ്ഞെടുപ്പ്, നിങ്ങളുടെ വിളിയും നിങ്ങൾ മറന്നു പോകല്ലേ. ഒരു നിമിഷം പോലും ഇത് ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകല്ലേ. നിങ്ങൾ വിളിക്കപ്പെട്ടവരാ. അതുകൊണ്ടാ ആ തുടക്കത്തില് 3-ാം അധ്യായം തീരുമാനം പറയുന്നത്, ഓൾ ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിന് നിങ്ങൾക്ക് ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അപ്പുറം ചെയ്തു തരാൻ കഴിവുള്ളൊരു ദൈവം. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചതും തെരഞ്ഞെടുത്തതും കൊണ്ട് ഇത് സാധ്യം. എന്നിട്ട് പറയാ, നിങ്ങളുടെ വിളി മറക്കല്ല, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് മറക്കല്ല. നമ്മൾ ആ ഒരു എന്തെങ്കിലും ഒരു സംസാരിക്കാൻ തോന്നുമ്പം എന്നെ വിളിച്ചതാന്ന് മറക്കല്ലേ. നമ്മൾ ലലലാ പാടിയൊക്കെ നടന്ന് പ്രാർത്ഥിക്കാൻ കയറിയിരിക്കാൻ ഭയങ്കര പ്രയാസമാണ് എല്ലാവർക്കും. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പം നമ്മളെ രക്ഷിച്ച ആ രക്ഷയൊന്നും മറക്കല്ലേ. നമ്മളെ വിളിച്ച വിളിയൊന്ന് നമ്മൾ മറക്കല്ലേ. ഹല്ലേലൂയ. അപ്പൊ അവിടെ ഒരു കാര്യം പറയാ, ആ 1-നകത്ത് ഇങ്ങനെ പറയുക, ഐ എം കോൾഡ് ബൈ ഗോഡ് to lead. Paul begs us to lead a life worthy of our calling. എന്താ എന്നിട്ട് പറയുന്നത്? നമ്മളെ റിമൈൻഡ് ചെയ്യുക, വി ഹാവ് ബീൻ കോൾഡ് ബൈ ഗോഡ്. ആ 1-ാമത്തെ തിരുവചനം ഒന്നും കൂടെ വായിച്ചു, 1 മാത്രം. കർത്തൃസേവ നിമിത്തം തടവുകാരനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നു, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വിധം പൂർണ്ണ വിനയത്തോടും. മതി. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി, ഹല്ലേലൂയ, യു ഹാവ് ബീൻ കോൾഡ്. ഹല്ലേലൂയ. അപ്പൊ ഒരു കോളിംഗ് ഉണ്ട് നമ്മുടെ മേലെ. സ്തോത്രം. ഒരു വിളിയുണ്ട് നമ്മുടെ മേലെ, ഒരു തെരഞ്ഞെടുപ്പുണ്ട് നമ്മുടെ മേലെ. ഇന്നൊന്ന് പറഞ്ഞ്, എന്നെ ദൈവത്താൽ വിളിച്ചിരിക്കുന്നതെന്നൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. എന്നെ ദൈവം വിളിച്ചിരിക്കുന്ന. ഹല്ലേലൂയ. ഇതൊന്ന് നമ്മുടെ തലമണ്ട കേൾക്കണം, നമ്മുടെ ചെവി കേൾക്കണം, നമ്മുടെ മനസ്സ് ഇത് കേൾക്കണം, നമ്മുടെ അന്തരീക്ഷം കേൾക്കണം. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് പറഞ്ഞ്, എന്നെ ദൈവം വിളിച്ചിരിക്കുക എന്ന് പറഞ്ഞു. ഐ ആം കോൾഡ് ബൈ ഗോഡ്. ഹല്ലേലൂയ. ദൈവം എന്നെ വിളിച്ചിരിക്കുക. എന്നിട്ട് അതിന്റെ അടുത്ത ആ ഒന്ന് തന്നെ എന്താ പറയുന്നത്? ഐ ആം കോൾഡ് ടു ലിവ് എ ലൈഫ് വേർതി ഓഫ് മൈ കോളിംഗ്. എന്റെ വിളിയാൽ, ആ തെരഞ്ഞെടുപ്പിനാൽ എനിക്ക് യോഗ്യമാം വണ്ണം ജീവിക്കാൻ എന്നെ തെരഞ്ഞെടുത്തിരിക്കുക. ഹല്ലേലൂയ. അപ്പം യോഗ്യമാം വണ്ണം ജീവിക്കാൻ എന്നെ തെരഞ്ഞെടുത്തിരിക്കുക ദൈവം. സ്തോത്രം. ഈ തെരഞ്ഞെടുപ്പൊക്കെ ഒരു വിവാഹം നടക്കുമ്പം അതിന് മുമ്പായിട്ട് പെണ്ണ് കാണൽ, ചെറുക്കൻ കാണൽ, അങ്ങനെയൊക്കെ കുറെ ചടങ്ങുകളുണ്ട് അല്ലേ. അതിനകത്ത് പലവരെയും കണ്ടിട്ട് ബോധിക്കത്തില്ല, പക്ഷെ ഒരാളെ കാണുമ്പോൾ ബോധിക്കും.
എന്താ 10 പേരെ കണ്ടപ്പോഴും ബോധിക്കാഞ്ഞതൊക്കെ? ഭയങ്കര കൺഫ്യൂസ്ഡ് ലൈഫായിരിക്കും അല്ലേ? ഒരാളെ കണ്ടപ്പം ബോധിച്ച, ഒരാളെ കണ്ടപ്പം അകത്തിരുന്ന് ഹൃദയം പറഞ്ഞു ഇതാണ് ബെസ്റ്റ്, ഇത് മതി എനിക്ക്, ഇതിനെന്തോ ഒരു ചേർച്ചയുണ്ട് അല്ലെ, ഒരു സ്വസ്ഥത തോന്നി, ഒരു സമാധാനം തോന്നി. ആ തെരഞ്ഞെടുപ്പ് നമ്മളെ നോക്കിയപ്പം ദൈവം പറഞ്ഞു എനിക്ക് ബോധിച്ചു, ഇവളെ എനിക്ക് ബോധിച്ചു, ഇവനെ എനിക്ക് ബോധിച്ചു, എനിക്ക് മതി, എനിക്ക് ഇവരെന്റെ രാജ്യത്തിൽ എന്നോടൊപ്പം വാഴാൻ എനിക്ക് വേണം. ഹല്ലേലൂയ. എന്റെ കർത്താവ് അങ്ങനെ തന്നെയാ തീരുമാനിച്ചത്. എന്നോടൊപ്പം സ്വർഗത്തിൽ വാഴാൻ ഇവള് മതി, അല്ലെങ്കിൽ ഇവൻ മതി എന്ന് കർത്താവ് തീരുമാനിച്ചു. ഇതെന്നാ വലിയ പദവിയാ. അതുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഉള്ളത് കൊണ്ട് പൗലോസപ്പോസ്തലൻ പറയാ, ഹല്ലേലൂയ, നിങ്ങൾ എപ്പോഴും ആ രണ്ടാം വാക്യം ഒന്ന് വായിച്ചേ. ഓൾവേസ് ബി ഹംബിൾ, സൗമ്യതയും ദീർഘക്ഷമയോടും സ്നേഹത്തിൽ അന്യോന്യം ക്ഷമിക്കുകയും ആത്മാവിന്റെ ഐക്യം സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുക. ഈ 2, 3, 4 വാക്യങ്ങള് വളരെ ഇമ്പോർട്ടന്റ്. നമ്മളുടെ ആത്മീയ ജീവിതം വർദ്ധിച്ചു വരണമെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടന്റ്. നമ്മള് അന്യോന്യം ഭയങ്കര ക്ഷമയോടെയും സ്നേഹത്തോടെയും വിനയത്തോടെയും ഒക്കെയാണോ നമ്മളുടെ എല്ലാ കൊടുക്കലും വാങ്ങലും? അല്ല എങ്കിൽ ഇന്ന് തൊട്ട് അങ്ങനെ ആക്കണം. സകലതും ഒരു എങ്ങും ആരോടും ചാടിക്കടിച്ചും ദേഷ്യപ്പെട്ടും കുറ്റം തിരുത്തലാണെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രസംഗം പ്രസംഗിച്ചും ഒന്നും ചെയ്യാൻ്റെ ആവശ്യമില്ല. മിണ്ടാതെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ സൗമ്യതയോടെ ഇടപെടാൻ ഓരോരുത്തരും പരിശ്രമിക്കണം. നമ്മൾ ഈ വർഷത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുക. നമ്മൾ മറ്റുള്ളവരെ നമ്മൾ അളന്നു വെക്കുന്ന അളവുകോലും കൊണ്ട് മറ്റുള്ളവരെ വിധിക്കണ്ട. അല്ലേ, നമ്മളെ വിളിച്ചിട്ടില്ല നമ്മൾ ഒരു അളവുകോൽ ഉണ്ടാക്കിയിട്ട് ആ അളവുകോൽ അനുസരിച്ച് മറ്റുള്ളവരെല്ലാം ഇതിനനുസരിച്ചാകണം. നമ്മളെ വിളിച്ചിട്ടില്ല. നമ്മളെ വിളിച്ചിരിക്കുന്ന ഒറ്റൊരു കാര്യമേ ഉള്ളൂ, അവരെയൊക്കെ കർത്താവിന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. നമ്മൾ സ്വന്തമായിട്ട് ഒരു അളവുകോലൊക്കെ ഉണ്ടാക്കിയിട്ട് അതേല് ഈ ആൾ ഇങ്ങനെ ആവണം, ഇങ്ങനത്തെ സ്വഭാവമാകണം, ഇങ്ങനത്തെ പെരുമാറ്റമാകണം, ഇങ്ങനെയാകണം എന്നൊന്നും പറഞ്ഞാൽ അത് നമ്മുടെ യാഡ് സ്റ്റിക്കാണ്, നമ്മളുടെ അളവുകോലാണ്. അത് കർത്താവിന് അത് സുഹിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചിരിക്കുന്ന പിൻപിൽ നിന്ന് അവർക്ക് ബലപ്പെടുത്താന്, പ്രാർത്ഥിക്കാന്, സൗമ്യതയോടെ, കണ്ടോ, ബി ഹംബിൾ ആൻഡ് ജെന്റിൽ. നമ്മുടെ സംസാരങ്ങളെല്ലാം സൗമ്യതയുള്ളതായിരിക്കട്ടെ. ചാടിക്കടിച്ച് തല തിന്നുകൊണ്ട് പോകുന്നതായിരിക്കല്ലേ. അല്ലെങ്കിൽ സൂചി കുത്തുന്ന വിധത്തിലുള്ള സംസാരങ്ങളായിരിക്കല്ലേ. പലവരെയും കണ്ടിട്ടില്ലേ, അവര് പല കാര്യങ്ങളും പറയും, പക്ഷെ അതിന്റെ ഇടയിൽ ഒരു 10 കുത്തുവർത്താനങ്ങൾ കാണും. സൂചി കുത്തിക്കയറ്റും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവോട് ചോദിക്കണം, പരിശുദ്ധാത്മാവെ, മറ്റുള്ളവർ എന്നെ ഇഷ്ടപ്പെടാതെ പോകുന്ന, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ചെല്ലുമ്പം തന്നെ അയ്യോ വന്നിരിക്കുക എന്ന് പറയാൻ കാരണമുണ്ടെങ്കിൽ ആ കാരണങ്ങൾ എനിക്കൊന്ന് ചൂണ്ടിക്കാണിച്ചു തരണം. യേശുവിനെ ഒന്ന് നോക്കിക്കേ. യേശുവിന്റെ അടുക്കല് 12 വ്യത്യസ്തമായ സ്വഭാവമുള്ള ആൾക്കാരാ വന്നത്. ദിവ യുണീക്ക്. 12 പേർക്കും അവരുടെ ഓരോ ക്വാളിറ്റീസില് അവർ വ്യത്യാസമുള്ളവരായിരുന്നു. യേശു ആരെയും മാറ്റിയില്ല. യേശു ആരുടെയും സ്വഭാവങ്ങളെ മാറ്റിയില്ല. യേശു എന്ത് ചെയ്തു? അവരുടെ സ്വഭാവങ്ങളെ എടുത്ത് അവരെ മനസ്സിലാക്കി കൊടുത്ത് അവർ പ്രാപ്തരാണെന്ന്. എടുത്തുചാട്ടക്കാരനായ പത്രോസിന്റെ സ്വഭാവം കർത്താവ് മാറ്റിയോ? മാറ്റിയില്ലെന്നേ. ആ എടുത്തുചാട്ട സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനെ അകത്തോട്ട് ഇട്ടുകൊടുത്ത് ആ എടുത്തുചാട്ട സ്വഭാവം നന്മയ്ക്കാക്കി തീർത്തു. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, ഈ എടുത്തുചാട്ടം എന്നുള്ള സ്വഭാവം പത്രോസിൽ നിന്ന് പറിച്ചു ദൂരെ മാറ്റി. എന്നും സംസാരിച്ച് കർത്താവ് അങ്ങ് സംസാരിച്ച് വലിയ ഉപദേശമാണെന്ന് വെക്കട്ടെ, എന്നും 3 വർഷക്കാലം പത്രോസിന്റെ കൂടെ ജീവിച്ച് 3.5 വർഷക്കാലം ദിവസവും പറയും, പത്രോസേ, ഈ എടുത്തുചാട്ടം നിനക്ക് നല്ലതല്ല കേട്ടോ, നിനക്കിത് നിന്നെ തിന്മയ്ക്കായിട്ടേ കൊണ്ടുപോകത്തുള്ളൂ, നീ ഗതി പിടിക്കത്തില്ല, നീ ഇങ്ങനെയാണോ നീ ചെയ്യേണ്ടത്, നിനക്കൊരു അനുസരണയില്ലേ പത്രോസേ എന്നൊക്കെ 3.5 വർഷക്കാലം പറഞ്ഞിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് പത്രോസിന്റെ മേൽ വന്നപ്പം പരിശുദ്ധാത്മാവിന് പത്രോസിനെ ഉപയോഗിക്കാൻ പറ്റാതെ പോയേനെ. പത്രോസിനകത്ത് ഈ എടുത്തുചാട്ട സ്വഭാവം ഉള്ളത് കൊണ്ടാണ്
പരിശുദ്ധാത്മാവ് വന്നപ്പം തൻ്റെ ഇടത്തോടെ ഇറങ്ങി നിന്ന് ആർക്കും മിണ്ടാനായിട്ടുള്ള കഴിവില്ലായിരുന്നു. ചങ്കൂറ്റത്തോടെ ഇറങ്ങി നിന്ന് സഹോദരന്മാരെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് യഹൂദന്മാരോട് പ്രസംഗിച്ചത് എടുത്തുചാട്ടക്കാരനായിട്ടാ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റിയത്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ഭർത്താവിനെയും ഭാര്യയെയും മക്കളെയും ഒന്നും നിങ്ങൾ ഉപദേശിച്ച് നിങ്ങളെ പോലെ ആക്കണ്ട. ഹല്ലിയ. ആർക്ക് വേണം ഒരേ സ്വഭാവമുള്ള കുറെ ആൾക്കാരെ? അങ്ങ് ഭയങ്കര ചട്ടത്തിനകത്ത് നിൽക്കുന്ന കർത്താവിന് ആ ബലഹീനതയെ എടുത്ത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിയുമ്പോൾ ആ ബലഹീനതയെ എടുത്ത് കർത്താവിന് വലിയ ബലമാക്കി അനേകരെ പണിയാൻ സാധിക്കും. ഈ എടുത്തുചാട്ടക്കാരനായ പത്രോസിനെ അങ്ങ് ഉപദേശിച്ച് നല്ല പാവമാക്കിയിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് വരുമ്പോ പാവത്താനെ പോലെ തന്നെ നിന്നേനെ, ഒന്നിനും ഗുണമില്ലാതെ പോയേനെ. ഹല്ലിയ. പല കുടുംബങ്ങൾക്കകത്തും ശകാരിച്ച് ഹല്ലിയ നന്മയ്ക്ക് പകരം തിന്മയാക്കി വെച്ചിരിക്കുക. വാ തുറക്കത്തില്ല, പിന്നെ ഒരു ഗുണവും കാണത്തില്ല. സ്തോത്രം. നമ്മളെ പോലെ ആക്കാൻ പല അപ്പനമ്മമാരെ കണ്ടിട്ടില്ലേ? അവർക്കോ അവരുടെ സ്വപ്നം സാധിച്ചില്ല. അവർക്ക് ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണമെന്നായിരുന്നു ആഗ്രഹം. അവരെന്ത് ചെയ്യും? അവർക്ക് സാധിച്ചു കാണത്തില്ല, അല്ലെങ്കിൽ അവർക്ക് കുറച്ചേ സാധിച്ചു കാണത്തുള്ളൂ. മക്കൾ ഉണ്ടായി കഴിയുമ്പോൾ മക്കളുടെ അകത്ത് ഇതങ്ങ് വെച്ച് ഇട്ടുകൊടുക്കുക മാത്രമല്ല, അവരെ അങ്ങനെ മാത്രമേ, അവരെ എത്ര കഴിവില്ലേലും അവരെ ഡോക്ടർ ആക്കിയേ തീരത്തുള്ളൂ. എന്നിട്ട് എന്ത് സംഭവിക്കും? കുറെ പണം ചെലവാക്കി വട്ടം കറങ്ങി മൊത്തം ഒരു ആയി കഴിയുമ്പോഴായിരിക്കും തിരിച്ചറിയുന്ന, അയ്യോ ഇവന് ശരിക്കും ഇതിനുള്ള കഴിവില്ല എന്ന്. സ്തോത്രം. ഹല്ലിയ. നമ്മളുടെ കണ്ണിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് തോന്നുന്ന ഒരു അളവ് വെച്ച് മറ്റാരെയും വിധിക്കാൻ നമ്മൾ ആരുമല്ല. അതുകൊണ്ട് കുടുംബങ്ങൾക്കകത്ത് സ്വസ്ഥതയില്ലാത്തതും സമാധാനമില്ലാത്തതും ആയ കുടുംബജീവിതങ്ങൾ ആക്കി തീർക്കല്ലേ. നമ്മളുടെ കൈകളിൽ കിട്ടിയിരിക്കുന്ന ഭാര്യയാണേലും ഭർത്താവാണേലും മക്കളാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും കൂടെ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഒക്കെ അവര് സ്വർഗത്തിന്റെ ഹിതപ്രകാരം ഉള്ള സ്വഭാവത്തില് അവരെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ആകെ പ്രാർത്ഥിക്കേണ്ട കാര്യം, പരിശുദ്ധാത്മാവെ അവരുടെ മേൽ ആവസിക്കണം. പരിശുദ്ധാത്മാവെ അവരെ രൂപാന്തരപ്പെടുത്തിയെടുക്കണം. അവരുടെ ആ സ്വഭാവം മാറിപ്പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ആ രീതികൾ മാറിപ്പോയി കഴിഞ്ഞാൽ അവര് വെറും പാവങ്ങളും ഒന്നും കൊള്ളാത്തവരും ആയിത്തീരും. യേശു ആരെയും ശകാരിച്ച് ഒന്നും നേരെയാക്കിയില്ല. യേശുവിന്റെ സ്നേഹം കൊണ്ട് അവരുടെ ദുർസ്വഭാവങ്ങൾ മാറി അവര് നല്ലതായി തീർന്നത്. ഹല്ലേലൂയ. മത്തായിയെ കണ്ടപ്പോൾ യേശു ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, നീ പോരാൻ പറഞ്ഞു. ഹല്ലേലൂയ. വചനം കിടക്കുന്നത് ഈ ചുങ്കക്കാരൻ അല്ലെ, ടാക്സ് കളക്ടർ, ചുങ്കക്കാരൻ ആയ മത്തായി എന്ത് ചെയ്തു? എല്ലാം ഇട്ടേച്ച് യേശുവിന്റെ പിന്നാലെ വന്നു. പക്ഷെ അവനെയും കൊണ്ടും ഭയങ്കര പ്രയോജനമായിരുന്നു ദൈവത്തിന്. ഹല്ലേലൂയ. ഗോസ്പൽ എഴുതിയിരിക്കുന്ന മത്തായിയുടെ സുവിശേഷം എത്ര ഭംഗിയായിട്ട്, അതിനകത്ത് എന്തുമാത്രം കാര്യങ്ങൾ നിധിയ എഴുതി വെച്ചിരിക്കുന്നത്. സ്തോത്രം. ദൈവത്തിന് എത്രയധികം പ്രയോജനപ്പെടുത്താൻ പറ്റി. പൗലോസിന്റെ സ്വഭാവം, പൗലോസ് ഭയങ്കര ബുദ്ധിശാലിയും ഒക്കെയായിരുന്നു. ആ സൂത്രശാലിയുടെ സ്വഭാവം എല്ലാം കയ്യിലുണ്ടായിരുന്നു. എല്ലാവിധത്തിലും ജ്ഞാനവും പാണ്ഡിത്യവും ഉള്ളവനായിരുന്നു. യേശു കർത്താവ് ഈ പൗലോസിനെ എടുത്തിട്ട് എന്ത് ചെയ്തു? അനന്യാസിനോട് പറയാ, അനന്യാസെ നീ ഭാരപ്പെടേണ്ട, എനിക്കറിയാം അവനെ നേരെയാക്കാൻ. എന്താ ചെയ്തത്? എല്ലാ അഹങ്കാരവും നശിപ്പിച്ച് കളയുന്ന വണ്ണം ജാതികളുടെ ഇടയിൽ കൊണ്ടിട്ട് ശുശ്രൂഷിച്ചു. ഭയങ്കര ജ്ഞാനം ഒന്നുമില്ലാതാക്കി കളഞ്ഞു ജാതികളുടെ ഇടയിൽ കൊണ്ട് ശുശ്രൂഷിച്ചപ്പോ. ഹല്ലേലൂയ. കർത്താവ് എത്ര സൗമ്യനായിട്ടാ ഇടപെടുന്നേ. ഇന്ന് തീരുമാനമെടുത്തേ, ഞാൻ ബഹളം കൂട്ടത്തില്ല. ഞാൻ ആരെയും എന്റെ ഇഷ്ടപ്രകാരമുള്ളതാക്കി തീർക്കാൻ ഞാൻ ശ്രമിക്കത്തില്ല. കർത്താവ് എത്ര മഹാമനസ്കനായിരുന്നു, എത്ര വിശാലമുള്ളതായിരുന്നു. അതുകൊണ്ട് ആ വചനം ഇവിടെ കിടക്കുന്നേ, ബി ഹംബിൾ, ബി ജെന്റിൽ, ബി പേഷ്യന്റ്. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഇടം കൊടുക്കുന്നുണ്ടോ? ഹല്ലേലൂയ. മറ്റുള്ളവർ അവരായി തീരാൻ വേണ്ടി അവർക്കൊരു ഇടം കൊടുക്കുന്നുണ്ടോ? അതോ നമ്മളുടെ ഭവനങ്ങൾക്കകത്ത് വലിയ പട്ടാള മുറയിലൊക്കെ നമ്മൾ നിയമങ്ങൾ വെച്ച്, ലോകത്തിലല്ലേലും നിയമങ്ങളാ, ഇനി നമ്മുടെ വീട്ടിലും കുറേ നിയമങ്ങളും ചട്ടങ്ങളും വെച്ച് ഒരു ബന്ധസ്ഥന സ്ഥലമാക്കി തീർക്കുവാണോ? ഹല്ലേലൂയ. നമ്മൾ ഇന്നൊന്ന് ചോദിക്കണം. ഹല്ലേലൂയ. പലവരുടെയും ജീവിതങ്ങള്
വെറും യൂസ്ലെസ് ആക്കി തീർക്കും. എന്നിട്ട് പറയും, കർത്താവ് എൻ്റെ ജീവിതത്തിനകത്തൊന്നും ചെയ്യുന്നില്ലല്ലോ, എനിക്ക് ആഗ്രഹിക്കുന്ന വണ്ണമായി തീരാൻ പറ്റുന്നില്ലല്ലോ. ക്രിസ്തീയ ജീവിതം വളരെ സിമ്പിള്. ക്രിസ്തീയ ജീവിതം വലിയ ആനക്കൂന കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ ജീവിതം നമ്മുടെ ക്രമത്തോടെ കർത്താവിൽ ആശ്രയിച്ച് ജീവിച്ചാൽ മതി. നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന സകലരും നല്ല ആൾക്കാർ തന്നെയാണ്. ഹല്ലിയ. അവരുടെ അകത്ത് എപ്പോഴും തിന്മ നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതമേ തിന്മയായി തീരും. സ്തോത്രം. യേശുവിനെ നോക്കിക്കേ. യേശു മറ്റുള്ളവരെ കണ്ടത് തന്നെക്കാട്ടിലും ശ്രേഷ്ഠനായിട്ടാ കണ്ടത്. ഹല്ലിയ. യേശു ആ വ്യഭിചാരത്തിൽ പിടിച്ച സ്ത്രീയെ നോക്കിയിട്ട് അവളോട് പറഞ്ഞ്, അവരാരും നിന്നെ കുറ്റം വിധിച്ചില്ലേ? ഞാനും കുറ്റം വിധിക്കുന്നില്ല. ഹല്ലേലൂയ. യേശുവിന്റെ അടുത്ത് വന്ന രക്തസ്രാവക്കാരിയോട് യേശുവിന് പറയാമായിരുന്നു, നീ അല്ലേലും അഹങ്കാരം പിടിച്ചവളാ, അത് കാരണം അതെനിക്ക് ഇങ്ങനെ സംഭവിച്ചേ. പറയാമായിരുന്നു. യേശുവിന് പറയാമായിരുന്നു, പണ്ട് നിന്നോട് പറഞ്ഞൊന്നും നീ കേട്ടില്ലല്ലോ, നീ ഇത്രയും നാൾ നീ അങ്ങനെയല്ലായിരുന്നു ഇങ്ങനെയല്ലായിരുന്നു, ഒന്നും പറഞ്ഞില്ല. യേശു കർത്താവ് അവളെ സ്നേഹിച്ചതേ ഉള്ളൂ. ഹല്ലേലൂയ. ഇന്ന് വചനം നമ്മളോട് പറയുന്നത്, 2-ാം തിരുവചനം, ബി ഹംബിൾ, ബി ജെന്റിൽ, ബി പേഷ്യന്റ്. മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഇടം കൊടുക്ക്. ഹല്ലേലൂയ. ഇച്ചിരി ഒന്ന് സ്ഥലം കൊടുക്ക്. അവരായി തീരാൻ ഒന്ന് സ്ഥലം കൊടുക്ക്. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് എപ്പോഴും ശകാരിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ ഈ കർത്താവിൽ നിന്ന് ഓടിപ്പോയേനെ. അല്ലേ? ഉറപ്പാ. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഓടിപ്പോയേനെ. എന്നെ എപ്പോഴും ഇരുന്ന് അങ്ങ് പിരിപിരിപിരിയാന്നങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഞാൻ ഓടിപ്പോയേനെ. പക്ഷെ കർത്താവ് കറക്റ്റ് ചെയ്യുന്ന ഭയങ്കര സ്നേഹത്തോടെയാ. കർത്താവിന് നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവം അറിയാം. അതിനനുസരിച്ച് നമ്മളോട് ഇടപെടുന്നേ. ഹല്ലേലൂയ. ഇന്നൊന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരും, നിങ്ങൾ വീട്ടിലെ അമ്മയായിരിക്കാം, നിങ്ങളൊരു അപ്പനായിരിക്കാം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങളൊരു ആരെങ്കിലും നിങ്ങളുടെ കീഴിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാർ ചിലപ്പം അവരൊരു ഇച്ചിരി ഇച്ചിരി മെല്ലെ ആയിരിക്കും എല്ലാം മനസ്സിലാകുന്നത്. അവർക്ക് ആ ഇടം കൊടുക്ക്. ഹല്ലേലൂയ. സ്തോത്രം. അവരായി തീരാൻ അവർക്കൊന്നൊരു സ്ഥലം കൊടുക്ക്. അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞേ, ഞാൻ യേശുവിനെ പോലെ ശാന്തതയുള്ള വ്യക്തിയായി തീരാം. ഞാൻ യേശുവിനെ പോലെ മനസ്സലിവും സമാധാനവും ശകാരിക്കാത്ത ഒരു വ്യക്തിയായി ഞാൻ തീരാം. ഇന്ന് യേശുവിനെ പോലെ ആയി തീരണം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ജീവിതങ്ങള് സൂപ്പറായി തീരും. നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഭർത്താവും ഭാര്യയും മകളും മകനും ഒക്കെ അവര് ഫ്ലറിഷ് ചെയ്യും. അവര് ഒരു പൂ വിടർന്ന് വരുന്നത് പോലെ അവർ വർദ്ധിച്ചു വരും. ഹല്ലേലൂയ. ഒരു മരത്തിനെ എപ്പോഴും ചെന്ന് ശകാരിച്ച്, എന്താ നീ ഫലം കായ്ക്കാത്തെ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും ആ മരം ഫലം കായ്ക്കത്തില്ല. പകൽ അതിനെ നോക്കിയിട്ട് ഒന്നുമില്ല, ഉണക്കക്കൊള്ളിയാ, ഇങ്ങനെ അങ്ങ് നിൽക്കുക, ഒരു ഗുണവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ഒരിക്കലും ഫലം കായ്ക്കത്തില്ല. പക്ഷെ അത് എത്ര ഉണക്കക്കൊള്ളിയാണെങ്കിലും അതിനെ ചെന്നൊന്ന് തലോടി, നീ നല്ലതായി വളരും, നീ കൊള്ളാം, നീ എൻ്റെ തോട്ടത്തിലെ നല്ലൊരു ഇതിനെക്കാട്ടിലും നല്ലത് കുറെ ഉണ്ട്, പക്ഷെ ഇതിനോട് ചെന്ന് പറയുക, എൻ്റെ തോട്ടത്തിലെ ഏറ്റവും നല്ല വൃക്ഷമാ നീ, എൻ്റെ തോട്ടത്തിലെ ഏറ്റവും കൺമണിയാ നീ, ഞാൻ നിന്നെ ഞാൻ നിന്നെ വളർത്തിക്കൊണ്ടിരുന്നേ എന്നൊക്കെ പറഞ്ഞ് അതിനെ ഒന്ന് ഓമനിച്ച് തലോടി കഴിയുമ്പം കുറച്ച് മാസങ്ങൾ കഴിയുമ്പം മറ്റുള്ളതിനെക്കാട്ടിലും മിടുക്കനും മിടുക്കിയായിട്ടും ഈ വൃക്ഷം അങ്ങോട്ട് വളരും. ഇത് ഫലം കായ്ച്ചില്ലേലും ഇതിനോട് ചെന്ന് പറയാ, നീ എൻ്റെ തോട്ടത്തിലെ നല്ല വൃക്ഷമാ എന്ന് പറഞ്ഞ് അതിനെ അങ്ങ് വളർത്തിക്കൊണ്ടിരുമ്പോൾ ഇതേപോലെ തന്നെയാ മനുഷ്യരും. ചിലപ്പോ അല്ലെ, നമ്മൾ കല്യാണമൊക്കെ കഴിക്കുന്ന ആ വ്യക്തി നമ്മളുടെ ഇഷ്ടപ്രകാരം ഒന്നും ആയിരിക്കത്തില്ല. പക്ഷെ അതിനെ നോക്കി, ആ വ്യക്തിയെ നോക്കി, കർത്താവ് നീ എനിക്ക് തന്ന നല്ലൊരു മനുഷ്യനായത്, നല്ലൊരു ഭാര്യയായത്, കൊള്ളാം, ഇവരെ കൊള്ളാം, നിന്റെ സെലക്ഷൻ ഏറ്റവും നല്ലതാ കർത്താവേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കർത്താവിനോടൊക്കെ പറഞ്ഞ് ഈ വ്യക്തിയോടും പറഞ്ഞ് ഹല്ലേലൂയ ഒക്കെ കഴിയുമ്പോൾ, കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഈ വ്യക്തി നമ്മളുടെ ഇഷ്ടപ്രകാരം, നമ്മളുടെ ഇഷ്ടത്തിനപ്പുറം സ്വർഗത്തിലെ അപ്പായിക്ക് ഇഷ്ടപ്രകാരമുള്ള ഒരു വ്യക്തിയായി തീരും. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഒന്നും പറഞ്ഞ് അവരെ തീർത്ത് നശിപ്പിച്ച് കളയല്ലേ. സ്തോത്രം. സൗമ്യതയോടെ, ക്ഷമയോടെ, സ്നേഹത്തോടെ വിട്ടുകൊടുത്ത്, അവരുടെ ആ കുറവിനൊക്കെ അല്പം ഒരു വിട്ടുകൊടുത്ത് സ്നേഹത്തോടെ തമാശയിലും സ്നേഹത്തിലും ഒക്കെ പറഞ്ഞ് അവരെ നല്ലവരാക്കി തീർക്കാൻ സ്വർഗത്തിന് സഹായിക്കും. ഇന്നൊന്ന് പറഞ്ഞേ, ഞാൻ ആരെ നേരെയാക്കാൻ പോകുന്നില്ല,
കർത്താവ് അത് ചെയ്തോളും. എൻ്റെ ജോലി അല്ലത്, കർത്താവ് അത് ചെയ്തോളും. സ്തോത്രം. കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഒരു ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ആത്മീയ ജീവിതം കാഴ്ചവെക്കാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവെ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനകത്തൊക്കെ എന്നെ ഒന്നുമില്ലാതാക്കി, ഹല്ലേലൂയ, എൻ്റെ കഴിവുകളെ മാറ്റിക്കളഞ്ഞു, എന്നെ ശൂന്യമാക്കി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പലവരുമുണ്ട്. കർത്താവ് ഈ ദിവസങ്ങളിൽ അവരെ ഒന്ന് പണിതെടുക്കട്ടെ. പരിശുദ്ധാത്മാവെ, തിരിച്ച് കുടുംബത്തിനകത്തൊക്കെ ശകാരിച്ചും ബഹളം വെച്ചും ഒക്കെ നിൽക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിനകത്ത് അങ്ങ് വലിയ സമാധാനവും സ്വസ്ഥതയും കൊടുക്കണം. അവരുടെ അകത്ത് സമാധാനമില്ലെങ്കിൽ ഇന്ന് ക്രിസ്തുവിന്റെ സമാധാനം അവരുടെ അകത്ത് പകരണം. പ്രാർത്ഥിക്കാൻ ഉള്ള കൃപ കൊടുക്കണം. മിണ്ടാതെ നിന്ന് പിൻപിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഉള്ള ബലം, ധൈര്യം അങ്ങ് കൊടുക്കണം. അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.